സൂപ്പർ സാറാണ്. നമ്മളിന്ന് ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ചോദ്യങ്ങൾ, ഒരെണ്ണം ട്രിഗണോമെട്രിയിൽ നിന്നും രണ്ടാമത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് നിന്നുമാണ്. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസുകൾ പഠിച്ചോണം, എക്സാമിന് ഉറപ്പായിട്ടും വരുന്ന ക്വസ്റ്റ്യൻസുകൾ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നെങ്കിൽ ഉറപ്പായിട്ടും മക്കളെ ഒന്ന് ഷെയർ ചെയ്തേക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ഒത്തിരി ഉണ്ടല്ലോ, ഫ്രണ്ട്സ് ഗ്രൂപ്പ്, സ്കൂൾ ഗ്രൂപ്പ്, പറ്റുന്നിടത്തെല്ലാം ഒന്ന് ഷെയർ ചെയ്തേക്കണം. ഓക്കെ, എക്സാം വരെയുള്ള ക്ലാസ്സുകൾ കിട്ടും. പിന്നെ നമുക്ക് ഓൺലൈനായിട്ട് ജോയിൻ ചെയ്താൽ ഫുൾ ക്ലാസ് ഫുൾ മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. നല്ല രീതിയിലുള്ള നോട്ട്സുകളും കാര്യങ്ങളും എല്ലാം തന്നുകൊണ്ട് ക്ലാസ്സും നോട്ട്സും ഇക്വേഷൻ ബുക്കിൽ എല്ലാം കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, സമയം കളയണ്ട. സൈൻ എ ഈക്വൽ ടു 3/5. ഫൈൻഡ് കോസ് എ ആൻഡ് എന്താണ് ടാൻ എ. സൈനയുടെ വാല്യൂ തന്നിരിക്കുന്നത് 3/5. അതിന് കോസും ടാനും കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇത് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ചോണേ. അപ്പൊ നമ്മൾ സൈൻ എ ഈക്വൽ 3/5 എന്നല്ലേ തന്നേക്കുന്നത്. നമ്മൾ ഈ സൈൻ ഏത് സൈഡ് ബൈ സൈഡ് നമ്മൾ പഠിച്ചിരുന്നത്? സൈൻ എന്ന് പറഞ്ഞാൽ ഏത് സൈഡ് ബൈ സൈഡ് ആയിരുന്നു? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ആരാണ്? ഹൈപ്പോട്ടന്യൂസ് ഇല്ലേ, എതിർവശം ബൈ കർണം. അപ്പൊ നമ്മൾ ചെയ്യണം ഇത്രയേ ഉള്ളൂ മോനെ. ഈ 3യെ നമ്മൾ ആരായിട്ട് കൺസിഡർ ചെയ്യണം? ഓപ്പോസിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. 5നെ നമ്മൾ ആരായിട്ട് കൺസിഡർ ചെയ്യണം? ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് ഈസ് ഈക്വൽ 3 എന്ന് കിട്ടി, ശരിയാണല്ലോ. ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ 5 എന്നും കിട്ടി. ഓഹോ, അങ്ങനെയാണെങ്കിൽ പിന്നെ അഡ്ജസന്റ് സൈഡ് എങ്ങനെയായിരിക്കും മോനെ കിട്ടുന്നത്? റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓപ്പോസിറ്റ് സൈഡ് സ്ക്വയർ. നമ്മുടെ റൈറ്റ് ട്രയാങ്കിളിൽ ഇയാളാണല്ലോ ഹൈപ്പോട്ടന്യൂസ് വരുന്നത് ഇല്ലയോ? ഇത് രണ്ടും ഓപ്പോസിറ്റും ഇതെന്ത് വരും? അഡ്ജസൻസ് തരും. ഇത് വെച്ചോളൂ കേട്ടല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരു ആംഗിൾ വെച്ചോണെങ്കിൽ ഇത് ഓപ്പോസിറ്റ്, ഇത് അഡ്ജസന്റ്, ഇത് ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ പൈ ഓവർ 0 അപ്ലൈ ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, നോക്കിക്കേ, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് എത്ര മോനെ? 5 അല്ലയോ? ദാറ്റ് ഈസ് 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ റൂട്ട് ഓഫ് 25 മൈനസ് 9 റൂട്ട് ഓഫ് 16. ആൻസർ ഈസ് ആരാ മോനെ? 4. ഓക്കെ ആണല്ലോ അല്ലേ? അപ്പൊ നമ്മുടെ അഡ്ജസന്റ് സൈഡ് നമുക്ക് കിട്ടി എത്ര മോനെ? 4 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരെയാ വേണ്ടത്? കോസിന്റെ വേണ്ടത്. therefore കോസ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. വാട്ട് ഈസ് അഡ്ജസന്റ് സൈഡ്? 4. ഓക്കെ ആണല്ലോ. ഹൈപ്പോട്ടന്യൂസ് എത്ര? 5. കഴിഞ്ഞു. 4/5. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഇനി ആരാ മോനെ? ടാനില്ലേ വേണ്ടത്? ടാൻ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്, എതിർവശം ബൈ സമീപവശം. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് എത്രയായിരുന്നു? 3 അല്ലേ? ഇവിടെ അഡ്ജസന്റ് സൈഡ് എത്രയായിരുന്നു മോനെ? 4. 3/4 കഴിഞ്ഞു. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. മനസ്സിലായില്ലല്ലേ? ഞാനങ്ങ് പഠിപ്പിച്ചു പോവാ. അത്യാവശ്യമൊക്കെ പിടി കിട്ടുന്നുണ്ടല്ലേ? പിടി കിട്ടുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് x² + 4x = 96. ഫൈൻഡ് x. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ സെക്കൻഡ് ഡിഗ്രിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. x² + 4x = 96. നമുക്ക് പല മെത്തേഡ് ഉണ്ട് ഇല്ലേ? -b +or- ഉണ്ട്, കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ഉണ്ട്. ഇതിനെ കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് അപ്ലൈ ചെയ്താൽ വളരെ ഈസിയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ x² + 4x ചെയ്ത ശേഷം നമ്മൾ ഒരു ടേമിനെ ഇവിടെ കൊണ്ട് പ്ലസ് ചെയ്യണം. ഈക്വൽ 96 ചെയ്ത ശേഷം അതേ ടേമിനെ വലത്തെ സൈഡിലും പ്ലസ് ചെയ്യണം. അപ്പോൾ അപ്പുറം ഇപ്പുറം ഒരു ടേമിനെ പ്ലസ് ചെയ്യണം എന്നർത്ഥം. ആരെയാണ് ആ പ്ലസ് ചെയ്യേണ്ടത് എന്നുള്ളതൊന്ന് കണ്ടുപിടിക്കാൻ എക്സിന്റെ കൂടുള്ള നമ്പർ എത്ര മോനെ? 4 അല്ലയോ? അതിന്റെ പകുതി എടുക്കുക, സ്ക്വയർ ചെയ്യുക. ഓക്കെ, പകുതി എടുക്കുക, സ്ക്വയർ ചെയ്യുക. അപ്പൊ 4 ആണ് നമ്പർ എക്സിന്റെ കൂടുള്ള അല്ലേ? അതിന്റെ പകുതി, 4ന്റെ പകുതി 4/2 എത്ര മോനെ? 2 അല്ലയോ? 2 സ്ക്വയർ ചെയ്ത പിന്നെ എത്ര കിട്ടുന്ന? 4. അപ്പൊ അത് 4 ആണ് അപ്പുറം ഇപ്പുറം എന്ത് ചെയ്യേണ്ടത്? ആഡ് ചെയ്യേണ്ട നമ്പർ. ഓക്കെ ആണല്ലോ. ഇതിപ്പോ നോക്കിക്കേ, x² + 4x + 4 എന്ന് പറഞ്ഞാൽ അത് x + 2 ദ ഹോൾ സ്ക്വയർ ആമനെ. x², അപ്പൊ അത് എക്സിന്റെ സ്ക്വയറാ. 4 അത് 2ന്റെ സ്ക്വയറാ. അപ്പോൾ x² + 4x + 4 എന്ന് പറഞ്ഞാൽ x + 2 ദ ഹോൾ സ്ക്വയർ, a + b ദ ഹോൾ സ്ക്വയർ, a² 2ab b². 96 4 + 4 എത്ര മോനെ? 100. കറക്റ്റ് നമ്പർ ആണല്ലോ. ദാറ്റ് ഈസ് x + 2 = റൂട്ട് ഓഫ് ആരാണ്? 100. ഇവിടെ വെച്ച് നമുക്ക് അതിനെ +or- 10 എന്ന് എഴുതാം. എന്നിട്ട് ഇതിനെ മുറിച്ച് രണ്ടാക്കുമ്പോൾ x + 2 = +10 എന്ന് കിട്ടും. x + 2 = -10 എന്ന് കിട്ടും. +or- 10നെ മുറിച്ചു. x + 2 10 ആണെങ്കിൽ x = 10 - 2. ആൻസർ എത്ര മോനെ? 8. അതൊരു x + 2 -10 ആണെങ്കിൽ x = -10 - 2. ആൻസർ ഈസ് -12. തീർന്നു. ഓക്കെ, ആൻസർ 8 ആൻഡ് -2. കൃത്യമായല്ലോ. അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ മനസ്സിലായോ? ഓക്കെ ആണല്ലോ അല്ലേ? എല്ലാവരും നന്നായിട്ട് പഠിച്ചോണം. ഒരു നോട്ട്ബുക്കിൽ ഉറപ്പായിട്ടും എഴുതി പഠിക്കണം. അല്ല ചുമ്മാതെ കണ്ടു ഓക്കെ ആയി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ തെറ്റിപ്പോവും. അതുകൊണ്ട് ഒന്ന് ചെയ്ത് നോക്കിയേക്കണം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഗുഡ് ബൈ.